നാം മറ്റുള്ളവരെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 8-ാം വാക്യം ആംപ്ലിഫൈഡ് വിവർത്തനം ഇപ്രകാരം പറയുന്നു: പരദൂഷണം ഒതുക്കത്തിൽ പറയുന്നവൻ്റെയും അടക്കത്തിൽ നുണ പറയുന്നവൻ്റെയും ഏഷണി പറയുന്നവൻ്റെയും വാക്കുകൾ മധുരമുള്ള ഉരുളകൾ പോലെയാണ്. അവ ശരീരത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്നു. ശണ്ട അല്ലെങ്കിൽ പോര്, പിണക്കം, കലമ്പൽ, വിവാദം ഇത് സാത്താൻ്റെ മരണകരമായ ആയുധങ്ങളിലൊന്നാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ദുഷ്പ്രവൃത്തികൾ വെളിപ്പെടുന്ന ഭവനങ്ങൾ, വീടുകൾ, സഭകൾ, ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോക്കിയാൽ അവിടെ ഈർഷ്യയും ശാഠ്യവും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിണക്കം അഥവാ കലഹം കുടുംബങ്ങളെ, ദാമ്പത്യ ജീവിതത്തെ, വിവാഹത്തെ, സഭകളെ, ബിസിനസ്സുകളെ, ബന്ധങ്ങളെ തകർക്കുവാനായി സാത്താൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അവസരം കൊടുത്താൽ ഏത് ബന്ധത്തെയും കലഹം മൂലം കലക്കുവാൻ സാത്താൻ ഈ ആയുധം ഉപയോഗിക്കും. ശണ്ട എന്ന് പറഞ്ഞാൽ പിണക്കം, തർക്കം, മത്സര സ്വഭാവം, കലഹം, വാദം, പോരാട്ടം, ഭിന്നത എന്നൊക്കെ പറയാം. ഭിന്നിപ്പ് ഉണർത്തി വിടുന്നതാണ് ശണ്ട. അല്ലെങ്കിൽ ശണ്ട ഭിന്നിപ്പിന് തിരികൊളുത്തും. അതൊരു കുറ്റത്തിൽ നിന്നോ, ഒരു പ്രകോപനത്തിൽ നിന്നോ, ഇഷ്ടമില്ലാത്തൊരു വാക്കിൽ നിന്നോ, ഒരു മര്യാദാ ലംഘനത്തിൽ നിന്നൊക്കെ തുടങ്ങാം. പിന്നീട് അത് ഒരു മുറിവായി മാറും, കാണാത്തൊരു മുറിവായി മാറും. എപ്പോഴും ഈ മുറിവ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതും നമ്മുടെ ഇടയിൽ കൂടെ എളുപ്പത്തിൽ പിടികൊടുക്കാതെ പല രീതിയിലും അത് പല സമയത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരിക്കൽ അത് നമ്മുടെ ഇടയിൽ കയറിയാൽ മുറിവേറ്റ നമ്മുടെ ഉള്ളിൽ നിന്നും മുറിവേൽപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് പുറത്തു വരും. നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ആദ്യം തകർന്നു തുടങ്ങും. പിന്നീട് നാം കേട്ടതായ അപവാദങ്ങൾ, വ്യാജ വാർത്തകൾ, പരദൂഷണങ്ങൾ നുണയായും ഏഷണിയായും അത് നമ്മിൽ നിന്ന് വെളിയിൽ വരും. ഈ വാക്കുകൾ ഉപയോഗിച്ച് സാത്താൻ നമ്മളെ ആയുധമാക്കി മറ്റുള്ളവരെ തകർക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ശണ്ട എപ്പോഴും സ്നേഹം എന്ന ദൈവകൽപ്പനയ്ക്ക് വിരോധമായി നമ്മിൽ നിൽക്കും. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, കലഹത്തിന്റെ ഭീകരത മനസ്സിലാക്കിയ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ അതിൽ പങ്കെടുക്കുവാനുള്ള സമ്മർദ്ദവും ഏറിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ സാത്താൻ ആരിൽ കൂടെയെങ്കിലും നമ്മെ പ്രകോപിപ്പിച്ചും നമ്മുടെ വികാരത്തെ മുറിവേൽപ്പിച്ചും ഒരു പഴയകാല ഓർമ്മയ്ക്ക് തുടക്കം കുറിച്ചൊക്കെ ആയിരിക്കാം ഇതിനു വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരാൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കുകയും അത് മറ്റുള്ളവരോട് തുടരെ തുടരെ പങ്കുവെക്കുകയും ചെയ്തു കാണും. ഞാനൊരു നിർദ്ദേശം നിങ്ങളുടെ ഉള്ളിൽ വെക്കട്ടെ. എപ്പോഴൊക്കെ കലഹത്തിന്റെ അവസരങ്ങൾ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ വെക്കുന്നുവോ, ഉടനടി ആ അവസരങ്ങളെ നിങ്ങൾ പൂർണ്ണമായി നിരാകരിക്കണം. യേശുവിന്റെ നാമത്തിൽ കലഹമുണ്ടാക്കുവാനുള്ള
ഈ അവസരത്തോട് ഞാൻ എതിർത്ത് നിൽക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു തന്നെ അതിനെ ശാസിച്ച് അതിനോട് എതിർത്ത് നിൽക്കണം. ദൂഷണം, ഇംഗ്ലീഷിൽ ഗോസിപ്പ് പറയാനുള്ള പരീക്ഷയെ, കലഹമുണ്ടാക്കുവാനുള്ള ഒരു വ്യഗ്രതയെ നിങ്ങൾ മറഞ്ഞിരുന്ന് കുത്തുവാൻ വരുന്ന ഒരു വിഷസർപ്പമായി അതിനെ കാണണം. എന്തുകൊണ്ടെന്നാൽ കലഹം ദൈവസന്നിധിയിൽ ഗൗരവകരമായ ഒരു പാപമാണ്. ഒന്നുകൂടെ പറയട്ടെ, കലഹം ദൈവസന്നിധിയിൽ ഗൗരവകരമായ ഒരു പാപം ആണ്. സദൃശ്യവാക്യം 6 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വെറുക്കുന്ന ഈ 6 കാര്യങ്ങളും യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അഹങ്കാരമുള്ള നോട്ടമുള്ളവനെയും, എന്ന് വെച്ചാൽ സ്വയം അമിതമായി വിലയിരുത്തുകയും മറ്റുള്ളവരെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന മനോഭാവമുള്ളവൻ, കള്ളം പറയുന്ന നാവും, നിരപരാധികളുടെ രക്തം ചൊരിയുന്ന കൈയും, ദുഷിച്ച ചിന്തകളും പദ്ധതികളും സൃഷ്ടിക്കുന്ന ഹൃദയവും, തിന്മയിലേക്ക് വേഗത്തിലോടുന്ന പാദങ്ങളും, കള്ളസാക്ഷിയും, ശപഥം ചെയ്ത് നുണ പറയുന്നവനും, ദൈവജനത്തിനും സഭയിലും സഹോദരങ്ങൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രചരിപ്പിക്കുന്നവനെയും തന്നെ. കലഹമുണ്ടാക്കുന്നത് കൊലപാതകത്തിനും ആഭിചാരത്തിനും തുല്യമാണെന്ന് ദൈവവചനത്തിൽ കാണുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5 അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്ന് പരിശുദ്ധാത്മാവ് മൂലം തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വെച്ചാൽ എന്താ? സ്വർഗരാജ്യത്തിന്റെ 7 സ്വഭാവ വിശേഷങ്ങൾ ഇങ്ങനത്തെ വ്യക്തികളിൽ കാണുകയില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ 7 സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, വിശ്വാസം, അധികാരം, ദൈവശക്തി, ഏകത, വർദ്ധനവ്, ഇത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ കാണുകയില്ല. ജഡത്തിന്റെ പ്രവൃത്തികളിൽ ജഡത്താൽ നയിക്കപ്പെടുന്നവർക്ക് ഈ സ്വർഗരാജ്യത്തിന്റെ സവിശേഷതകൾ അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കാതെയോ തിരിച്ചറിയാതെയോ കലഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി തരുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം. ദൈവം നിങ്ങളെ എപ്രകാരം കാണിച്ച് തരുന്നുവോ അപ്രകാരം ഉടൻ ആ വിഷയത്തിൽ പശ്ചാത്തപിക്കുകയും ഇനിയും ഞാൻ അതുപോലെ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കുകയും വേണം. ഇപ്രകാരം തീരുമാനം എടുക്കുന്ന നിങ്ങൾ തുടരെ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കലഹത്തോട് വ്യക്തതയോടെ എതിർത്ത് നിൽക്കണം. കൂടാതെ ഇന്നു മുതൽ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. സഹോദരൻ പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരനു വേണ്ടി, സുഹൃത്തിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനുഷ്യർ സ്വയം തിരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി സ്വാധീനിച്ച് അവരെ തിരുത്താതിരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയമാണ് ആദ്യം തിരുത്തപ്പെടേണ്ടത്. ഹൃദയം തിരുത്താതിരുന്നാൽ അവരെപ്പോഴും സാഹചര്യം ലഭിക്കുമ്പം പഴയ ആ നിലവാരത്തിലേക്ക് മടങ്ങി പോയിരിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആന്തരികമായ വ്യത്യാസം വരുവാൻ. ദൈവമേ, നിന്നാൽ ആകർഷിക്കപ്പെട്ട് വചനത്താൽ അവർ നയിക്കപ്പെടേണ്ടതിന്, അവരത് തെറ്റ് മനസ്സിലാക്കി നന്മയിൽ ആകേണ്ടതിന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യാതൊരു കാരണവശാലും നമ്മൾ ഈ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര പരീക്ഷിക്കപ്പെട്ടാലും
മറ്റുള്ളവരുമായി ഈ വിഷയങ്ങൾ പങ്കുവയ്ക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ പങ്കെടുക്കാതെയും ഇരിക്കുക. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യതയോടും സൂക്ഷ്മതയോടും ഉത്തരവാദിത്വത്തോടെയും നമ്മൾ പെരുമാറണം എന്നുള്ളത് ദൈവഹിതമായിരിക്കെ ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ പലപ്പോഴും തീരുമാനമെടുക്കുവാൻ വ്യക്തിപരമായി ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 4 മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനനത്രേ. അവൻ നിൽക്കും താനും, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. തീരുമാനങ്ങൾ എടുക്കുവാൻ, ഒരാളെ കുറ്റം വിധിക്കുവാൻ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് നിങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക. 1 കൊരിന്ത്യർ 4 അധ്യായം 5 ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. മറ്റുള്ളവരെ ന്യായം വിധിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. വിശ്വാസികൾ, സഹോദരന്മാർ, കുടുംബത്തിൽ, സഭയിൽ, ബിസിനസ്സിൽ, ശുശ്രൂഷകളിൽ, ഇവിടൊക്കെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ മാനസാന്തരപ്പെടാതെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകളുടെ കൂടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഒക്കെ പലപ്പോഴും ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളുടെയും രഹസ്യമായുള്ള ജീവിത രീതി അറിയാവുന്നത് കാരണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അവരുടെ കൂടെ പ്രാർത്ഥനയിലോ ഒരേപോലെ അപ്പം നുറുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലാകും. ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബിസിനസ്, സഭ, സാഹചര്യങ്ങൾ, വ്യക്തികളിൽ നിന്ന് ഒക്കെ വേർപെടുമ്പോൾ കോപവും ദേഷ്യവും വെറുപ്പും കൂടാതെ സ്നേഹത്തോടെ പിരിയണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിശ്വസ്തയോടും ബഹുമാനത്തോടും ഒരു തുറന്ന സംസാരം, തുറന്ന മനസ്സോടെ മാത്രം പോരുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിശ്വസ്തയോടും ബഹുമാനത്തോടും തുറന്ന സംസാരത്തോടും മാത്രം സ്നേഹത്തോടെ വിട്ടുപോരുക. ശാന്തമായി, സ്വസ്ഥമായി, വളരെ രഹസ്യമായ പ്രകാരം ചെയ്യുക. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഭിന്നതയുടെ ഒരു വാക്കുപോലും നിങ്ങളുടെ വായിൽ നിന്ന് വരികയില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അത് തിന്മയുടെ ഒരു വിത്തായി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിവേഗം വളരുകയും നിങ്ങൾ ആ പോരുന്ന സാഹചര്യങ്ങളിൽ പിശാചിനാൽ തിന്മ വിതയ്ക്കുകയും ചെയ്യും. പരമപ്രധാനമായൊരു കാര്യമാണ് സ്നേഹത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തി കലഹത്തിനെതിരെ പൂർണ്ണ കവചം നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധരിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇത് ഒരു ശുശ്രൂഷകന്റെ കീഴിൽ നിന്ന് മാറുമ്പോൾ മാത്രമല്ല, ചില കാരണങ്ങൾ കൊണ്ട് ചിലരെ സഭയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ സുഹൃത്ത് വലയത്തിൽ നിന്നോ പുറത്താക്കുമ്പോഴും സ്നേഹത്തോടെ ഇപ്രകാരം പറഞ്ഞ് ചെയ്യുക. ഇപ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം ശക്തമാവുകയും നിങ്ങളുടെ അനുഗ്രഹം സാത്താൻ തട്ടിയെടുക്കുന്നത് തടയപ്പെടുകയും ചെയ്യും. സ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ മാത്രം ജീവിക്കുക. എന്നാൽ എപ്പോഴും നിങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് നിങ്ങളോടുകൂടെ ഇരുന്ന് അവൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടുത്തും. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു ചുവട് ഇവിടെ വെക്കാമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ അതിക്രമിക്കുകയോ അവഹേളിക്കുകയോ
ചെയ്തതുമൂലം ഒരു കലഹം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുകയും നിങ്ങളോട് തന്നെ ഈ വിഷയത്തിൽ ക്ഷമിക്കുകയും ദൈവത്തോട് ക്ഷമയോദിക്കുകയും ചെയ്യണം. ഇന്നു മുതൽ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ മാത്രം പ്രവർത്തിക്കുവാനുള്ള തീരുമാനമെടുക്കുക. പരിശുദ്ധാത്മാവ് തീർച്ചയായും നിങ്ങളെ ശക്തീകരിക്കും. ആമേൻ.